Hello? Yeah? Hena? What is what right? I'm sitting here. I'm sitting here only. I took that time only. Where else I will? What else I will do? I'm sitting in our flat, but not to get the apartment 7B. What happened, my dear? And I'm hearing this. Hello? Dress up, dress. Oh, I found a TV or on or what? What dress up, my dear? Yeah, that's it. What else? I just took to the call. That's all, my dear. What you know? One minute. What are you having? What food? What sabzi? Curry. You're more than the temple, I think, huh? I know you are speaking loud. Not at all. Uh, Are you good, my dear? 1 minute. I said not something to buy here. Okay, bye. മൂന്ന് ഭാഗങ്ങൾ ഒരു രാശിയുടെ മൂന്നിലൊരു ഭാഗമാണ് വ്യത്യാസം. കുറെ ആൾക്കാര് മെയിൽ വന്നു ഷഡ്വർഗം എന്താണ്, അത് തന്നെയാണ് അഷ്ടകവർഗം. ഷഡ്വർഗത്തിനോട് രണ്ട് ഭാഗം കൂടി കഴിഞ്ഞാൽ അഷ്ടകവർഗമാകുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ അറിയാനുള്ള താല്പര്യത്തോടു കൂടി ഒരു മെയിൽ വരുന്നത് വളരെ സന്തോഷമാണ്. വളരെ സീരിയസ് ആയിട്ട് പലരും ആസ്ട്രോളജി ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയുന്നത്. അതിന് ജാതി മതവുമില്ല, എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. അത് തന്നെ നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം തന്നെയാണ് ഈ ഒരു വിഷയത്തിന്റെ ഈ ഒരു ശാസ്ത്രത്തിന്റെ ശരിയായ എങ്ങനെ തന്നെ അവതരിക്കാം, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം നമുക്കല്ല ഒരുപാട് ഫ്രോഡ് ചെയ്യില്ലാണ്. അത് കാരണം എല്ലാവർക്കും സാമാന്യമായിട്ടെങ്കിലും ഇതൊന്നും അറിഞ്ഞിരിക്കണം. അത് കാരണം അന്ധവിശ്വാസത്തിന് രക്ഷപ്പെടും. പിന്നെ ഒരു ചോദ്യം വന്നപ്പോൾ ഇവിടെ ഷഡ്വർഗങ്ങൾ എന്താണെന്നും അഷ്ടകവർഗങ്ങൾ എന്താണെന്നും അഷ്ടകവർഗ ബിന്ദുക്കൾ എന്താണെന്നും നോക്കാം. ആദ്യമായിട്ട് ചാനൽ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്യാം. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ്സിൽ എഴുതാവുന്നതാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോ എല്ലാം വരുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ ആയിട്ട് ചോദിക്കാം. ഇതിനുള്ള മറുപടി ഇമെയിൽ കൂടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഷഡ്വർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് ആയിരിക്കും. ഈ ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ പലർക്കും അത് വാച്ചിന്റെ ടൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ സാധിക്കും. മിനിറ്റ് സെക്കൻഡ് എന്നുള്ള പേര് കേൾക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭാഗ കല വികല എന്ന് പറയും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഗ്രഹസ്ഫുടം. അപ്പൊ
അപ്പൊ ഒരു രാശി പൊതുവായിട്ട് നമ്മൾ 0 ഡിഗ്രി ടു 30 ഡിഗ്രി, 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രിയാണ് പറയുന്നത്. ഈ ഡിഗ്രിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും ഒരു ഗ്രഹത്തിന് നിൽക്കാം. ഈ നിൽക്കുന്ന ഡിഗ്രിക്ക് അനുസരിച്ചിട്ട് അതിലുള്ള സ്ഥാനം, ഈ സ്ഥാനത്തിനെയാണ് നമ്മൾ ഷഡ്വർഗങ്ങൾ 6 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഷഡ്വർഗങ്ങളെ എന്ന് പറയുന്നത് ഓരോ സ്ഥാനത്തിനും ഓരോ നാഥന്മാരുണ്ട്. അതിനനുസരിച്ചിട്ട് ഈ ഗ്രഹത്തിന്റെ സ്വഭാവം മാറും. ഉദാഹരണത്തിന് ഇപ്പം മേടത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ മേടം സൂര്യൻ ഉച്ചരാശി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ എത്ര ഡിഗ്രി, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ, എത്ര കല, എത്ര വികല ഈ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നതിനനുസരിച്ച് ആ സൂര്യൻ സൂചിപ്പിക്കുന്ന ഫലങ്ങൾ വ്യത്യാസപ്പെടും. ഇപ്പോൾ തന്നെ നമ്മൾ സീരീസ് ചെയ്യുന്നുണ്ട്. സൂര്യൻ ഓരോ നക്ഷത്ര പാദത്തിൽ നിൽക്കുമ്പോൾ തന്നെയുള്ള വ്യത്യാസം. അതുപോലെ എല്ലാ ഗ്രഹത്തിലും അത് നക്ഷത്ര പാദത്തിലെ വ്യത്യാസമാണ്. ഇത് ഷഡ് വർഗങ്ങളിലുള്ള വ്യത്യാസം. അപ്പൊ ഇനി ഷഡ് വർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രാശി, ആദ്യത്തെ വർഗത്തിന് രാശി എന്ന് പറയും. രാശി എല്ലാവർക്കും അറിയാം 30 ഡിഗ്രി ഉള്ള ഭാഗമാണ്. ചില രാശികളെ ദീർഘരാശികളെന്നും ചില രാശികളെ ഹ്രസ്വരാശികളെന്നും മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് അഡ്വാൻസ് സ്റ്റഡിയാണ് എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നു. അപ്പൊ നമ്മുടെ ഭൂമിയുടെ ചെരിവിനെ കുറിച്ചൊക്കെ പറയാം. അത് നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 30 ഡിഗ്രി എന്ന് പറയും. ഈ 30 ഡിഗ്രിയെ നമ്മൾ ഒരു രാശി, അതാണ് ഒന്നാമത്തെ ഭാഗം. അതിനുശേഷം ഈ രാശിയെ രണ്ടായിട്ട് വിഭജിക്കും. രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ ഓരോ ഭാഗവും 15 ഡിഗ്രി, 0 to 15 ഡിഗ്രി, 15 to 30 ഡിഗ്രി, രണ്ട് ഭാഗം. 0 മുതൽ 15 വരെ, 15 വരെ, മുതൽ 30 വരെ 30 ഡിഗ്രി. അപ്പൊ രണ്ട് ഭാഗമായിട്ട് മാറും. ഇതിനെ ഹോര, ഇത് നമ്മൾ ഈ ഹോരാശാസ്ത്രം ഭക്ഷണം അതുമായിട്ടുള്ള ഹോരയല്ല, ഈ ഹോര വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ടാമത്തെ വർഗം ഹോര. മൂന്നാമത്തെ വർഗം ഒരേ രാശിയെ തന്നെ 3 ആയിട്ട് ഭാഗിക്കും. അതായത് 30 ഡിഗ്രിയെ 3 ആയിട്ട് ഭാഗിക്കുമ്പോൾ 10 ഡിഗ്രി 10 ഡിഗ്രിയുള്ള 3 ഭാഗങ്ങളായിട്ട് ഇതിൽ ഓരോ ഭാഗത്തിനും ഗ്രേക്കാണം 0 to 10, 10 to 20, 20 to 30 3 ഭാഗങ്ങൾ. ഒരു രാശിയുടെ 3 ഭാഗമാണ് ഗ്രേക്കാണം. ഗ്രേക്കാണത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെ കുറിച്ച് വളരെ കൂടുതൽ അറിവ് തരുന്നതാണ് ഗ്രേക്കാണം. സ്ത്രീജാതകങ്ങളൊക്കെ നോക്കുമ്പോൾ ഗ്രേക്കാണം നോക്കണമെന്ന് ശാസ്ത്രമൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളങ്ങനെ നോക്കാൻ പാടില്ല. അങ്ങനെ ഒരു വിധി കൽപ്പിക്കാനും പാടില്ല. നിയമപരമായിട്ട് അതൊക്കെ തെറ്റാണ്. മുൻകാലങ്ങളൊക്കെ നോക്കി എഴുതിയിരിക്കാം. അതുകൊണ്ടായിരിക്കും ശാസ്ത്രം അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് ഗ്രേക്കാണത്തിന്റെ സ്വഭാവം നമുക്ക് പ്രശ്നം വെക്കുമ്പോഴൊക്കെ വളരെ നന്നായിട്ട് ഉപകാരപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും സാധാരണ മോഷണം പോയി കൊണ്ടുപോയ വ്യക്തിയുടെ ലക്ഷണങ്ങളൊക്കെ ഗ്രേക്കാണം വെച്ചിട്ട് പറയാറുണ്ട്. പലപ്പോഴും ശരിയായിട്ട് കാണാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം